അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാണെന്ന് വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കൊശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശ്രയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഇവിടെ ഇങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാർ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഇടും കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരവ് ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരവ് നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും.
പക്ഷേ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെൻറ്റ് പീരീഡാണ്. എന്താണ്, ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വരെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പം അത് നിസ്സാര കാര്യമല്ല. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അതിൽ അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണ വരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ കടയിൽക്കൽ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്, അല്ലേ? ആ ഉടമ്പടി ദൈവദർശനെ രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരെ. കാര്യം നമ്മളെന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമേ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്കെന്ന് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ലെ കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പോൾ ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പോൾ എന്ത് പറ്റും? നിൻ്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിൻ്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പോൾ നിങ്ങളോർക്കും ആക്ഷേപം ഉന്നയിച്ച ഉടമ്പടി എടുത്താലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരനേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കുടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ എപ്പോഴും താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപുകാലത്ത് ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യുന്നതാണ്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 25, 2023 ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസഷൻ വഴി ആ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിയോഗം വെച്ചപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടണം എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. 3 വർഷമായിട്ട് അമ്മ രോഗിയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത നിയോഗം എഴുതാൻ വേണ്ടി വന്നപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിൽ ഒരു കാര്യം വന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അയൽവക്കക്കാരനുമായിട്ട് നമ്മളൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്നൊരു കേസായിരുന്നു. ആ കേസ് എത്രയും പെട്ടെന്ന് വിധി ആവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വരികയും അത് ഞാൻ എഴുതുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി തന്നെ 3 മാസം തികയുന്നതിന് മുന്നേ നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ച ജോലി എനിക്ക് തിരിച്ചു കിട്ടി. അതിനുശേഷം ഞാനവിടെ ജോലിക്ക് കയറി. ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്ട്രെസ്സ് കാരണം എനിക്ക് അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞാൻ 20 മണിക്കൂറോളം ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു അവിടെ. ജോലി മീൻസ് ഞാൻ നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ പഠിക്കണം. അങ്ങനെ ഞാൻ 20 മണിക്കൂറോളം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടും എനിക്ക് അവിടെ ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എനിക്കൊരു ടീച്ചറുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാനിവിടുന്ന് റിസൈൻ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സ് പറഞ്ഞു കുഴപ്പമില്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു. എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അവസ്ഥ ഓരോ ദിവസവും ഞാൻ കാശുരൂപം വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഡിസംബർ 7 ആയപ്പോഴേക്കും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഉറക്കം കിട്ടിയിട്ട് തന്നെ ഒരുപാട് നാളായി, ഭയങ്കര സ്ട്രെസ്സായി. അപ്പോൾ ഞാൻ
ഡിസംബർ 7-ാം തീയതി ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് മതി, റിസൈൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ മിസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്സ് പറഞ്ഞു, അപ്പോൾ സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് പറഞ്ഞു, മിസ്സ് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്, നിന്നെ പറ്റി ഞാനിപ്പോൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ധൈര്യമായിട്ട് റിസൈൻ ചെയ്ത് പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൈനേഷൻ ലെറ്റർ എഴുതി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. കാരണം എനിക്കുള്ളത് എൻ്റെ അമ്മ രോഗിയാണ്, അച്ഛനും വയ്യാത്തതാണ്, ഞാൻ അവിടുത്തെ ഒറ്റ മോളാണ്, എനിക്ക് കടങ്ങളുണ്ട്, എൻ്റെ സ്വർണം കുറച്ച് പണയത്തിലിരിപ്പുണ്ട്. ഇനി ഞാൻ വേണം അവരെല്ലാവരെയും നോക്കാൻ. ഒരു കുടുംബം മൊത്തം എന്നെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു. എൻ്റെ മാതാവിന് മാത്രം വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടുകയാണ്. അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ആദ്യം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലായിരുന്നു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാണെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടൊക്കെ വേണമായിരുന്നു മരുന്ന് വാങ്ങിക്കാനായിട്ടൊക്കെ. പക്ഷേ ആ ഒരു കടങ്ങളും പണയത്തിലുള്ള സ്വർണവും എല്ലാം നിലനിൽക്കുമ്പോൾ പോലും എൻ്റെ സാലറിയിൽ നിന്ന് ഒരു ഭാഗം ഞാൻ എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെക്കുമായിരുന്നു. അതിപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മരുന്നിന് വേണ്ടി പൈസ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇത് ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ചെല്ലുവാണ്. ഒത്തുതീർപ്പിന് ചെന്നപ്പോഴേക്കും അവർ കൗൺസിലിംഗ് റൂമിൽ വെച്ചിട്ട് അത് ഒത്തുതീർപ്പാക്കി. പിന്നീട് കേസ് കോടതി വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഒത്തുതീർപ്പിന് സമ്മതമല്ല, നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഒത്തുതീർപ്പാക്കിയതെന്ന് പറഞ്ഞു. നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഉപ്പ് എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വഴിയിൽ നിക്ഷേപിച്ചിട്ട് പ്രാർത്ഥിച്ചു. അമ്മേ, ഉണ്ണീശയായിട്ട് അമ്മ കോടതി റൂമിൽ ചെല്ലണമെന്നും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനെ നോക്കിക്കൊള്ളണമെന്നും പ്രാർത്ഥിച്ചു. ആ കേസ് തള്ളിപ്പോയി. അതിനുശേഷം ഞാൻ പണയത്തിൽ വെച്ചിരിക്കുന്ന സ്വർണം 1,25,000 രൂപയ്ക്കായിരുന്നു പണയത്തിൽ വെച്ചിരുന്നത്. ആ സ്വർണം മുഴുവൻ എനിക്ക് എടുപ്പിക്കാനായിട്ട് പറ്റി. പിന്നീട് കടം ഉണ്ടായിരുന്നു. ആ കടം എനിക്ക് ലഘൂകരിച്ച് തന്നു. മാസം വളരെ തുച്ഛമായ രൂപ വെച്ചിട്ട് അടച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആക്കി എൻ്റെ മാതാവ് തന്നു. അതിനുശേഷം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഗേറ്റിന് പഠിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ബിടെക് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതി പോകണമെന്നുള്ള രീതിയിൽ ഞാൻ ഗേറ്റിന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ആ ജോലി റിസൈൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഒരു പള്ളിയിലും മാതാവ് ഇരിക്കുകയാണ്, ഒരു ഗ്രേസ് കളർ സാരി ഉടുത്തൊരമ്മ. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ വായ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ട് എനിക്ക് വാ പോലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ധൈര്യത്തിലും ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ഈശോനോട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് കരിയർ ഗ്യാപ്പ് 1 വർഷമായി, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങുന്നത് മെയ് 31-നാണ്. മെയ് 30-ാം തീയതി രാത്രി എൻ്റെ അമ്മയ്ക്ക് പിന്നെയും വഴിയാതെ വരികയാണ് ഹാർട്ട് അറ്റാക്ക്. വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഭയങ്കര സ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഹാർട്ടിൽ എക്കോ എടുത്തപ്പോഴേക്കും ഒരു ക്ലോട്ടിങ് കാണിച്ചു. പക്ഷെ എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ഇത്രയും പെട്ടെന്നൊരു ക്ലോട്ടിങ് തിരിച്ചറിയാൻ പറ്റിയതിന് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ലൈവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ 2ാമത് എക്കോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ 2ാമത് എക്കോ എടുത്തപ്പോഴേക്കും ആ ക്ലോട്ടിങ് അവിടെ ഉണ്ടായിരുന്നില്ല. ക്ലോട്ടിങ് പൂർണ്ണമായി മാറിയിരുന്നു. എന്നാൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞത് കാരണം ഒരു ആൻജിയോഗ്രാം എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ജൂലൈ 5-ന് ആൻജിയോഗ്രാം എടുക്കുവാണ്. അപ്പോഴും ഞാൻ ഈശോനോട് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇനി ആൻജിയോഗ്രാം എടുത്തു, അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകും. അമ്മയ്ക്ക് ഓൾറെഡി 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പം അമ്മയുടെ പമ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ ഒരു മോശമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആൻജിയോഗ്രാമിൽ യാതൊരുവിധ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മരുന്ന് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം അമ്മയ്ക്ക് പിന്നീട് ശ്വാസമുട്ടൽ വരികയാണ്. ശ്വാസമുട്ടൽ വന്നപ്പോഴേക്കും അമ്മ ഭയങ്കര സ്റ്റേബിൾ ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അമ്മയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണെന്ന് അറിയുന്നത്. അമ്മയ്ക്ക് പ്രഷർ ലോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും പ്രഷർ എടുക്കുമ്പോഴും പ്രഷർ ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെ പെട്ടെന്ന് തന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ICUവിൻ്റെ ഫ്രണ്ടിൽ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എൻ്റെ മാതാവായിരുന്നു. അമ്മേനെ മുറുക്കി പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്കറിയായിരുന്നു മാതാവ് ഇവിടെ വരുന്നു, എൻ്റെ അമ്മയെ രക്ഷിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തിന് പത്രം കിട്ടിയെങ്കിൽ എന്നൊന്നും ആലോചിച്ചു.
എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഒരു സിസ്റ്റർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പത്രം തന്നിട്ട് പറഞ്ഞു അമ്മയുടെ തലക്കൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ തലക്കൽ വെച്ച് എൻ്റെ അമ്മയെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോഴും തൊട്ട് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ പ്രഷർ നോക്കിയപ്പോഴും പ്രഷർ ഭയങ്കര ലോ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പ്രഷർ ഓക്കെ ആവും, പിന്നെയും നോർമലാകും, പിന്നെയും ലോ ആകും. അങ്ങനെയായിരുന്നു കണ്ടീഷൻ. ഡോക്ടറിനോട് സംസാരിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് മരുന്നൊന്നും അങ്ങനെ ഫലിക്കുന്നില്ല, നമുക്ക് നോക്കാം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞില്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഇറങ്ങാൻ നേരത്തെ, വീട്ടിലേക്ക് പോരാൻ നേരത്തെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പോകുവാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ മാതാവ് എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും കൂടാതെ നോക്കിക്കോളണേന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ പ്രഷർ നോർമലായി, അമ്മയെ വാർഡിലേക്ക് മാറ്റി. അപ്പോഴും എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നില്ല, എൻ്റെ അമ്മയും ജോലിക്ക് പോകുന്നില്ല. എനിക്കുള്ള ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ട്യൂഷനായിരുന്നു. മാതാവ് എന്നെ അനുഗ്രഹിച്ച് ട്യൂഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ അനുഗ്രഹിച്ചു. അതിലൂടെയുള്ള വരുമാനം കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ മെഡിസിൻ നോക്കുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ മെഡിസിൻ എങ്ങനെ വാങ്ങിക്കും. അതിനേക്കാളും ഉപരിയായിട്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന വേറൊരു കുടുംബം, ഞാൻ എല്ലാ മാസവും സഹായിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് എനിക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നായിരുന്നു എൻ്റെ സങ്കടം. അത് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ കുറവാണെങ്കിലും എനിക്ക് ആ കുടുംബത്തിന് സഹായിക്കാൻ പറ്റണം. അതിനുശേഷം ഇന്ന് വരെ ഓരോ മാസവും കൂടുതൽ എമൗണ്ട് എനിക്ക് അതിലേക്ക് ഇടാം, അവർക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുന്നു എന്നതിൽ ഉപരി അത് ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ഓരോ മാസവും ഞാൻ എമൗണ്ട് കൂട്ടിയാണ് സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെനിക്ക് മാതാവ് സഹായിച്ചു. അതിനു മുമ്പ് വരെ ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം ഇങ്ങനൊരു ചേഞ്ച് വന്നു. അപ്പോൾ നാലാമത്തെ പുതുക്കലായപ്പോഴേക്കും ഞാനിവിടെ വന്നപ്പോഴേക്കും ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ട്യൂഷൻ എടുക്കുവാണ്, അല്ലാതെ ജോലിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലേ, നീ ജോലിക്ക് പോകാതിരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ജോലി കിട്ടിയതാന്ന് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഉപജീവനത്തിനായി എനിക്കൊരു ജോലി തരണം എന്ന് ഉടമ്പടിയിൽ എഴുതാൻ പറഞ്ഞു. ഞാൻ അത്രയും കാലം ഫസ്റ്റ് ഉടമ്പടിയിലാണ് ജോലിയുടെ കാര്യം എഴുതിയത്. അതിനുശേഷം ഞാൻ എഴുതിയിട്ടേ ഇല്ല, എനിക്ക് ജോലി വേണമെന്ന് ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും എൻ്റെ ഈശോയുടെ പദ്ധതി എന്നെ നിറവേറണമെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ബ്രദർ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ഉടമ്പടിയിൽ എഴുതി, എനിക്ക് ഉപജീവനത്തിനായിട്ടൊരു ജോലി തരണേ എന്ന് പറഞ്ഞിട്ട് എഴുതി. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വഴി എൻ്റെ റെസ്യൂമെ അയച്ചിട്ട് കിട്ടുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് പോയത്. ഞാൻ ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല, ഈശോയുടെ ഇഷ്ടം നിറവേറണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ അത്ര വലിയ നല്ല രീതിയിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സെലക്റ്റായി, എനിക്ക് ഓഫർ ലെറ്റർ അടുത്ത് തന്നെ വരും എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. ഫസ്റ്റ് ഞാൻ IT ഫീൽഡിലായിരുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇലക്ട്രോണിക്സിലാണ്. ഞാൻ പഠിച്ചത് തന്നെയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ജോലി കിട്ടണം അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റമാണത്. എനിക്ക് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, ധ്യാനം കൂടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനേക്കാളും കൂടുതൽ എൻ്റെ ഈശോയുടെ ഇഷ്ടം എന്നെ നിറവേറണം, എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായിട്ട് ഉയർത്തണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ജപമാല എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ അല്ല. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഈശോയെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണ് അത്, ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ഞാൻ ജീവിച്ചു, പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പോലും മാതാവ് സുരക്ഷിതമായിട്ടാണ് എന്നെ, എൻ്റെ അമ്മയെ, എൻ്റെ അച്ഛനെ നോക്കുന്നത്. അത് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. കൃപാസന പത്രം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെ നമ്മൾ വഴിയിൽ കാണുന്നവർക്കൊക്കെ ആയിരുന്നു. പിന്നീട് വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ വീടുകളിലും കയറി കൊടുക്കാൻ തുടങ്ങി. അവിടുത്തെ രോഗികളെ കാണും, അവരോട് സംസാരിക്കും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ അവരോട് പറയും. അങ്ങനെ ഞാൻ ഓരോ വീടുകളിലും കയറി കൊടുക്കാൻ തുടങ്ങി. അത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്നെ ആരെങ്കിലും കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ പിന്നീടുള്ള എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് വന്ന വലിയ മാറ്റമാണത്. എന്നെ ഈശോനെ അറിയാത്തവരെ എനിക്ക് ഈശോനെ അറിയിക്കണം, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട്
ഞാനിപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ചെന്നിട്ട് അവിടുത്തെ രോഗികളെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് പത്രം വിതരണം ചെയ്യുന്നത്. പിന്നീട് ഇപ്പോൾ വഴിയിൽ വെച്ച് കാണുന്നവർക്കൊക്കെയും എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഓരോ കുടുംബത്തിനും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാ മാസവും കിട്ടുന്ന പൈസയിൽ നിന്ന് പൈസ കൂട്ടി വെച്ചിട്ട് എല്ലാ മാസവും അവർക്ക് സ്റ്റേഷനറി ഐറ്റംസ് കൊടുക്കും. അതും ഓരോ മാസവും എനിക്ക് കൊടുക്കാൻ പറ്റുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 28:21 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. യാക്കോബ് പറയുന്നതാണിത്. അതായത് യാക്കോബിൻ്റെ ദൈവത്തോടുള്ള ഒരു ശപഥമാണ്. താൻ തൻ്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ച് തൻ്റെ പിതൃഭവനത്തിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യാക്കോബ് പറയുന്ന വാക്കുകളാണിത്. ഐശ്വര്യ എന്ന ഈ മകള് തൻ്റെ അമ്മയുമായിട്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ താനൊരു IT ഫീൽഡ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഈ മകൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലാഞ്ഞിട്ടല്ല, തൻ്റെ ജോലിയിലൂടെയൊക്കെ തന്നെ തനിക്ക് ഉയർച്ച കിട്ടുമെന്നും അതുപോലെ തൻ്റെ കുടുംബം നോക്കാൻ പറ്റുമെന്നും ഇതൊക്കെ ഈ കുഞ്ഞിനെ അറിയാം. എന്നാൽ ഇതൊന്നും തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ മാത്രമേ നടപ്പാകൂ. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഈശോയെ വളരെ കുറച്ച് നാളുകളായി മാത്രം ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയ ഈ മകൾക്ക് ആ ബോധ്യം കിട്ടുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ. അങ്ങനെ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇതിലൊക്കെ ഈ മകളുടെ ആ ഒരു അനുഭവ സാക്ഷ്യത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ ഈ ജോലിയോ അല്ലെങ്കിൽ താൻ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഇതെൻ്റെ ഇഷ്ടം മാത്രമല്ല, എനിക്ക് എൻ്റെ ഈശോയുടെ ഇഷ്ടം നിറവേറ്റണം. താൻ പരമ്പരാഗതമായിട്ട് നമ്മളൊക്കെ ഈശോയെ സ്നേഹിച്ച് മാമോദീസായിലൂടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന നാം ചിന്തിക്കുന്ന രീതി ഏത്? ഓരോ മക്കളും ഇന്നിപ്പോൾ ഈശോയെ അവരെങ്ങനെയാണ് കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഈ ഒരു നിലപാടാണ് കർത്താവിൻ്റെ മുമ്പിൽ ഈ മകളെ നിർത്തുന്നത്. ഈ മകളുടെ കുടുംബത്തെ കർത്താവ് പൊതിഞ്ഞു പിടിക്കാനായിട്ടുള്ള കാര്യം അതാണ്. അങ്ങനെ താൻ ഇന്ന് തൻ്റെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ ഈ മകൾക്ക് തൻ്റെ ജോലി അമ്മ കൊടുത്ത ജോലിയാണ് എന്നാൽ അത് തന്നെ വീണ്ടും നഷ്ടപ്പെട്ട അവസ്ഥ. അപ്പോഴാ നഷ്ടപ്പെടുമ്പോഴും ഈ അമ്മയോട് ചോദിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് പിന്നീട് അമ്മയുടെ സാമീപ്യമൊക്കെ സ്വപ്നത്തിലൂടെയൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? തനിക്ക് വേണ്ടി ഒരമ്മ ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. താൻ ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നതായും എന്നാൽ തനിക്ക് വേണ്ടി അവിടെ ഒരു അമ്മ ഗ്രേ കളറ് ഡ്രസ്സിട്ട ഒരമ്മ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മനസ്സിൽ താൻ എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചോ അതൊക്കെ ആ അമ്മ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മകൾക്ക് കാണിച്ചു കൊടുത്തത്, അതായത് ഈ മകളുടെ തന്നെ ബോധ്യത്തിലാണ് പറയുക, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി നിരന്തരം ഈശോയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് വ്യക്തമായത്. അങ്ങനെ തൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റി ഇന്ന് വീണ്ടും തൻ്റെ കുടുംബത്തെ, തൻ്റെ ജോലി പോയിട്ട് പോലും അമ്മ സംരക്ഷിച്ചു എന്നുള്ളതാണ്. തൻ്റെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ താൻ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഏറ്റെടുത്ത ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ ഇതിനൊന്നും ഈ മകൾക്ക് കുറവ് വന്നില്ല എന്നുള്ളതാണ്. ആ കുറവ് വരാത്ത അവസ്ഥയല്ലേ ഇവിടെ യാക്കോബ് പറയുക, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതൃഭവനത്തിലേക്ക് ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന്. അപ്പോൾ ഇന്ന് ഐശ്വര്യം ഇവിടെ പ്രഖ്യാപിക്കുന്നത് അതാണ്, ഈ സത്യദൈവമാണ് എൻ്റെ ദൈവം. നമുക്ക് ഈ മകൾക്ക് കൊടുത്ത എല്ലാ ബോധ്യങ്ങൾക്കും തനിക്ക് ഇന്ന് തൻ്റെ ജോലി, സ്ഥിരത എല്ലാറ്റിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.